ബൈജുവേട്ടനോട് ഇപ്പൊ ഒന്നും മിണ്ടാൻ പറ്റില്ല. അപ്പൊ തന്നെ ആ സ്പോട്ടിൽ തകടിച്ചു കളയോ. അയ്യോ ഇവരൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്നും പറഞ്ഞേക്കല്ലേ. ഓ അങ്ങനെ ഞാൻ തിരുത്തി പറയണ്ടല്ലോ. ക്യൂട്ടി പൈ. ബാക്കി നീ പൈ ഇവിടം വരെ. 4 ജഡ്ജസിനെ നമ്മൾ ഈ കുടത്തിലാക്കി മടക്കി ഇട്ടിട്ടുണ്ട്. ശ്രീലു എടുത്തു. എന്താ ഭൂതോ? പക്ഷെ യഥാർത്ഥത്തിൽ ഭവനിക്ക് നല്ലൊരു പേരുണ്ട്, വീട്ടിലൊക്കെ വിളിക്കുന്ന അല്ലേ ഭവനി? മാളൂട്ടി. അതെങ്കിലും ഉമ്മർ കയറി വന്ന മൃഗമായിരിക്കണോ? അഭിൻ അഭിൻ വെളിയിലുണ്ട്, പോയിട്ട് വാ. തഗ്ഗിന് തഗ് എന്നുള്ള പേര് കിട്ടുന്നതിന് മുമ്പ് അത് അടിച്ചുകൊണ്ടിരുന്ന ആളൊരു നീല ജുബ്ബായിട്ട് നിശബ്ദനായി ഇവിടെ ഇരിക്കുകയാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്. തഗ്ഗിന്റെ രാജാവും രാജകുമാരനും. ഒരു മര്യാദ വേണ്ടേ? എത്ര നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഫ്ലവേഴ്സിലേക്ക് വീണ്ടും വരണേ? എത്ര നാളുകൾക്ക് ശേഷമല്ല, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. 10 മണിക്ക് രാവിലെ ഒരു ബെല്ലടിക്കുന്നു എങ്കിൽ ആ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ എന്ന് എന്റെ ഒരു ദിവസം തുടങ്ങി എന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ട് വരും. 10 മണിക്ക് അടിച്ച് ഞാൻ പിന്നെ 11 മണിക്ക് അടിക്കുള്ളൂ അല്ലേ? 4 മണിക്ക് ബെല്ലടിക്കുന്നു. അവിടെ ബെല്ലടിക്കുക എന്നുള്ള പ്രോസസ്സാണ്. 10 മണിക്ക് അടിക്കുള്ളൂ. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ഒരു ഗതികേടല്ലേ എന്റെ കയ്യിലിരിക്കുന്ന സാധനം എനിക്ക് കാണാൻ പറ്റുന്ന ഭാഗ്യം. എന്ത് കളിയായിരുന്നു. നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ടേ വൈകുന്നേരം ഒരു 6 മണി 6:30 സമയത്ത് എന്തൊക്കെയാണ് വീടുകളിൽ വായിക്കുക? സന്ധ്യാനാമം. ആ ഒരു പുസ്തകം വയസ്സായവരൊക്കെ വായിക്കുന്ന ഒരു സാധനം. ഓരോ വയസ്സായിട്ട് ഓരോ പുസ്തകമല്ലേ വായിക്കും. ഇതിൽ കാണാൻ പറ്റുമോ? ഇത് മറ്റേ നോക്കത്താ ദൂരത്ത് കണ്ണുനട്ടുള്ള ക്ലാസ് അല്ലേ? അമ്പ്. ആരാ അങ്ങനെ ചെയ്യാ? ആർക്ക് വേണമെങ്കിലും ചെയ്യാം. കൊടം, തല, നല്ല ക്ലൂ ആണ് ഇത്. തലയിൽ വെക്കുന്ന ഒരു സാധനം. കൊട്ട. കൊട്ടപ്പനയിൽ ഋതിക് റോഷനാണ് അത്. എന്ത് സുഖമായിട്ടായിരിക്കും ബൈചേട്ടൻ ജീവിക്കുന്നതെന്നറിയോ? കാരണം പുള്ളിക്ക് മനസ്സിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പറയാനുള്ളത് പറഞ്ഞിട്ടിട്ട് അങ്ങ് പോവാ. ചേട്ടാ നമ്മൾ രാവിലെ ഒരു 9 മണിക്ക് ഷൂട്ടിംഗ് 9-നൊന്നും വരാൻ ഒക്കൂല. കഴിഞ്ഞില്ലേ? നമുക്ക് പിന്നെ ബാക്കി സംസാരിച്ചാൽ മതിയല്ലോ.